കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളിലൊക്കെ വന്നാണ് ഒരു കുട്ടി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയൊരു സംഭവം. അപ്പം പണ്ട് കാലങ്ങളിലും ഇപ്പോഴാണെങ്കിലും അത് കാണുന്നുണ്ട്. എന്നാലും അതെന്തായിരിക്കും ആ കുട്ടികളുടെ ഒരു എന്താ ചിന്ത എന്തായിരിക്കും ഇതിൻ്റെ പിറകിൽ? ഇതിൽ രണ്ട് വശങ്ങളാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം നമുക്കെല്ലാം അങ്ങ് അടച്ച് സംസാരിക്കാൻ പറ്റില്ല. അപ്പോൾ ഒരു വശത്ത് ചിലപ്പോൾ സഹി കെട്ടിട്ട് നിവൃത്തി കെട്ടിട്ട് ഇറങ്ങിപ്പോകുന്ന ഒരു കൂട്ടമുണ്ട്. മറുവശത്ത് ഇന്നത്തെ കുട്ടികൾ നമ്മൾ മുമ്പും ചർച്ച ചെയ്തിട്ടുണ്ട്, കുറച്ച് കൂടുതൽ സെൻസിറ്റീവാണ്. ചെറുതായിട്ടൊന്ന് വഴക്ക് പറഞ്ഞാൽ പോലും അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാതിരിക്കുകയും അങ്ങനെ ചെയ്യുകയും ചെയ്യുന്ന കുട്ടികളുണ്ട് അല്ലേ? നമ്മൾ മുമ്പൊരു ചർച്ചയിൽ അത്. പക്ഷേ ഇതിൽ വേറൊരു കാര്യമുണ്ട്. നമ്മൾ ആദ്യമായിട്ടൊന്നുമല്ല ഇവിടുന്ന് കുട്ടികൾ പോകണേ. നമ്മൾ മുമ്പും പോയിരുന്നു, വർഷങ്ങൾക്ക് മുമ്പും. ഈ ബോംബെക്ക് ഒളിച്ചോടി പോകുക പറഞ്ഞൊരു ഫാഷൻ തന്നെ ഉണ്ടായിരുന്നല്ലോ ഒരു സമയത്ത്. 10ാം ക്ലാസ് തോൽക്കുമ്പോൾ അല്ലെങ്കിൽ പഠിച്ചിട്ട് ഇനി അങ്ങോട്ട് ക്ലച്ച് പിടിക്കില്ലെന്ന് തോന്നുമ്പോൾ വീട്ടിൽ കാരണവന്മാരായിട്ട് വഴക്കുണ്ടാക്കിയിട്ടൊക്കെ പോകുന്ന അങ്ങനത്തെ സംഭവങ്ങളൊക്കെ മുമ്പ് ഒരുപാടുണ്ടായിട്ടുണ്ട്. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു ഡേഞ്ചർ സോൺ എന്ന് പറഞ്ഞാൽ ഒരു 13 വയസ്സുള്ളൊരു പെൺകുട്ടിയാണ് പോയത് എന്നുള്ളതാണ്. അതിൻ്റെ ഒരു ഹാംഫുൾ. ഞാനിപ്പോഴും ആലോചിക്കുന്നത്, നമ്മുടെ നാട്ടിൽ ഈ കുട്ടി ഏകദേശം ഒരു 36 മണിക്കൂറോളം അതിന് വേറെ തട്ടുകേടുകളൊന്നും ഇല്ലാണ്ട് ഒരു സ്ഥലത്ത് നമ്മൾ അതിനെ ഫോളോ ചെയ്ത് പിടിച്ചു എന്നുള്ളതൊരു ഭയങ്കരത. കാരണം ഒരു പെൺകുട്ടിയായിട്ട് സാധാരണ വീട്ടിൽ പോലും നമുക്ക് നമ്മുടെ പെൺമക്കളൊക്കെ വെക്കാൻ വേണ്ടി പേടിയാണ്. ആരെങ്കിലും വഴി കൂടെ പോകുമ്പോൾ തന്നെ നമുക്ക് പേടിയാണ്. അപ്പം ഇങ്ങനൊരു കുട്ടി പോയിട്ട് അതിൻ്റെ ഒരു സേഫായിട്ട് അത് നിന്നല്ലോ എന്നുള്ളത് സത്യം പറഞ്ഞാൽ അത് ഭയങ്കര ഒരു ഭാഗ്യമായിട്ടേ പറയാൻ പറ്റും. വേറൊരു കാര്യം കൂടെ, ഇപ്പം ഒരു സ്ഥലത്ത് നിന്ന് ഒറ്റയ്ക്ക് ഒരു കുട്ടിക്ക് ഒരു പേടിയില്ലാതെ ട്രാവൽ ചെയ്യാൻ പറ്റിയൊരു സാധനം ഉണ്ടല്ലോ. അത് ഇപ്പം ശരിക്കും പറഞ്ഞാൽ ചില കുട്ടികൾക്ക് ഇവിടുന്ന് നമ്മുടെ ബെഡ്റൂമിൽ നിന്ന് അടുക്കള വരെ പോകാൻ പേടിയുള്ള അത് പേടിയില്ലായ്മയല്ല. അതായത് അവരുടെ മനസ്സിൽ അന്നേരം ഒന്നാമത് അത്രയ്ക്കുള്ള ബുദ്ധിയും ബോധമുള്ള പ്രായതാണ്. ഒറ്റ ബുദ്ധിയാണ്. ആ സമയത്ത് വീട്ടിൽ നിന്ന് പോകണം, അതാണ് അവരുടെ അൾട്ടിമേറ്റ്. അത് എങ്ങനെയും പോകണം, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് അവരുടെ ബുദ്ധിപരമായിട്ട്, പക്ഷെ അവൾ നല്ല സ്മാർട്ടായ കുട്ടിയാണ്. അവൾ ട്രെയിനുകളൊക്കെ മാറി കയറിക്കോ അവൾ അവിടെ എത്തിയെങ്കിലും അതങ്ങോട്ട് എന്താ പറയുക, ഒറ്റ ബുദ്ധി ആയതുകൊണ്ടുള്ളൊരിതാണ്. അല്ലാണ്ട് പേടി എന്ന് പറഞ്ഞാൽ നമുക്ക് ആൾക്കാർ താങ്ങാനുള്ളപ്പോഴാണ് പേടി. ഇതിപ്പോൾ നമുക്ക് അറിയാൻ പറ്റില്ല. പിന്നെ എന്തായിരിക്കും ആ കുട്ടിയുടെ വീട്ടിലുണ്ടായിട്ടുണ്ടാവുക എന്നോ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. പ്രത്യേകിച്ച് പലപ്പോഴും ഇതിപ്പോൾ ഈ കുട്ടിയുടെ കേസിൽ അങ്ങനെയാണോന്നും അറിയില്ല. പക്ഷേ നോർത്ത് ഇന്ത്യൻസ് കുട്ടികളെ ഭയങ്കരമായിട്ട് ഉപദ്രവിക്കുന്നത് കണ്ടിട്ടുണ്ട്. ചെകിട്ടത്തടിക്കുന്നതൊക്കെ. നമ്മളൊന്നും കുട്ടികളെ ചെകിട്ടത്തടിക്കില്ല. ഇവർ ചെകിട്ടത്തടിക്കുക, ഭയങ്കരമായിട്ട് അബ്യൂസീവായിട്ട് സംസാരിക്കുക, അതൊക്കെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ കുട്ടിക്ക് കുട്ടിക്ക് അത് സെൻസിറ്റീവായി തോന്നിയില്ല. അങ്ങനെ കുട്ടി ഈ നാട്ടിൽ വന്നിട്ടും അധികം സമയമൊന്നും ആയിട്ടില്ല. അതായിരിക്കാം. പക്ഷെ അല്ലാതെ നമ്മുടെ ഇവിടെ കേരളത്തിൽ നമ്മൾ ഈ അച്ഛനും അമ്മയും ഊട്ടി വളർത്തി എത്രയോ മക്കൾ അങ്ങനെ ഇറങ്ങി പോകുന്നുണ്ട്. അത് ഈ പറഞ്ഞ പോലെ ഈ സെൻസിറ്റീവ് ആയതുകൊണ്ടാണോ അത് തന്നെയാണോ കാരണം? അല്ല, പ്രായത്തിൻ്റെതായ ഒരു അപക്വതയും എടുത്തിയാട്ടവും ഒറ്റ ബുദ്ധിയും. പിന്നെ നമ്മുടെ നാട്ടിലെ കുട്ടികൾക്ക് ഞാൻ കണ്ടിട്ടുള്ളൊരു സാധനം എന്ന് വെച്ചാൽ ഇവർക്ക് ഈ ഇൻ്റർനെറ്റിൻ്റെ ഇൻഫ്ലുവൻസ് ഭയങ്കരമായിട്ടുണ്ട്. പുറം ലോകത്തെക്കുറിച്ച് ഇവർക്ക് ഭയങ്കര ഫാൻറ്റസികളാണ് കിടക്കുന്നത്. അവിടെ പോയി അങ്ങനെയായിരിക്കും ഇങ്ങനെയായിരിക്കും. പിന്നെ ഇവർക്ക് തന്നെ ഓൺലൈനിൽ ഇൻസ്റ്റയിലൊക്കെ പല ഫ്രണ്ട്സും ഉണ്ടാവും. നമ്മൾ കണ്ടിട്ടില്ലേ, ഇതേവരെ കണ്ടിട്ടില്ലാത്ത ആളുടെ കൂടെയൊക്കെയാണ് ഒളിച്ചോടി പോകാൻ തീരുമാനിക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു ഇത് കൊണ്ട് ഒരു ത്രില്ലിങ് എലമെൻ്റ് ഇതിനകത്തുണ്ട്. ഒരു അഡ്വഞ്ചറസ് ആയിട്ട് ഞാനൊന്ന് പോയി നോക്കിയാൽ എങ്ങനെയിരിക്കും. അതോടുകൂടി എനിക്ക് പ്രത്യേകിച്ചും ഇപ്പോൾ നമ്മൾ കണ്ടിട്ടുള്ള പല ഒളിച്ചോട്ട കേസുകളും സാധാരണ കുട്ടികളായിരിക്കും. അവരത്ര ഔട്ട്സ്റ്റാൻഡിങ് അല്ല. സ്കൂളിലോ അല്ലെങ്കിൽ പരിസരത്തോ അങ്ങനെയൊന്നും ഔട്ട്സ്റ്റാൻഡിങ്ങോ ആരുടെയും ശ്രദ്ധ കിട്ടുന്നവരോ ആയിട്ടുള്ള കുട്ടികളല്ല. അപ്പോൾ ചിലപ്പോൾ അവരുടെ ഒരു ഒറ്റബുദ്ധിക്ക് അങ്ങനെയും തോന്നാം, എന്നെ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കും, എന്നറിയപ്പെടും. അതുകൊണ്ട് ഞാൻ സ്വയം ഒളിപ്പിക്കുന്ന പിള്ളേരുണ്ട്. അതായത് പത്രത്തിൽ ചിലപ്പോൾ ന്യൂസ് വന്ന് കണ്ണയും അടങ്ങുക എന്ന് കേൾക്കാൻ വേണ്ടി മാത്രം സ്വയം പോകുന്ന പിള്ളേരുണ്ട്. കുട്ടികൾ ഇപ്പോൾ ഏതൊക്കെ രീതി ചിന്തിക്കുന്നു. പണ്ടത്തെ അപേക്ഷിച്ച് ഇപ്പോൾ ഒരു വ്യത്യാസം എനിക്ക് പറയാൻ തോന്നിയത് അതാണ്. പണ്ടൊക്കെ ഇങ്ങനെ ഒളിച്ചോട്ടങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോഴും നമുക്ക് പലപ്പോഴും ഈ കുട്ടികളെ തിരിച്ചു കിട്ടാനുള്ള വഴികൾ കുറവായിരുന്നു. എപ്പോഴും റെയിൽവേ സ്റ്റേഷനിലൊക്കെ നമുക്കൊരു ഫോട്ടോ ഇങ്ങനെ വെച്ചിരിക്കുന്നത് കാണാം, മകളെ. അതെ. പക്ഷേ ഇന്നത്തെ കാലത്ത് കുട്ടി ഇറങ്ങിയാൽ തന്നെ ഇത് ഉടനെ ക്യാമറ തൂക്കി പുറകെ മാധ്യമങ്ങൾ ഇറങ്ങുന്നുണ്ട്. പറയൂ, എവിടെയാണ് ഇപ്പൊ കുട്ടി, എവിടെയാണ് കുട്ടി, എങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, റോഡ് മാപ്പ് വരെ വരച്ചു കൊടുക്കുന്നത്. അത് മാത്രമല്ല, എനിക്ക് തോന്നുന്നു ഈ കുട്ടി ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ആരോ ഫോട്ടോ എടുത്ത് ഇട്ടിട്ടാണ് അത് കണക്ട് ചെയ്തത്. എനിക്കത് വിശാഖപട്ടണത്തിലാണ് ഈ കുട്ടീനെ തിരിച്ച് കിട്ടുന്നത്. അപ്പം ഈ പറയുന്ന നമ്മൾ ഈ കുട്ടികളുടെ കാര്യം പറയുമ്പോൾ അപ്പം
ഇപ്പം വഴക്ക് പറയാൻ പറ്റില്ല, ഒന്ന് ശകാരിക്കാൻ പറ്റില്ല എന്നൊരവസ്ഥയിലേക്ക് കുട്ടികളുടെ ഈ സെൻസിറ്റിവിറ്റി റേഞ്ച് എനിക്ക് തോന്നുന്നില്ല ഒരൊറ്റ ആദ്യത്തെ വഴക്കുകൊണ്ടൊന്നും പോയതാണെന്ന്. സാധാരണ എങ്ങനെയാണെന്ന് വെച്ചാൽ ചെറുപ്പം തൊട്ടേ ഈ ഒരു അബ്യൂസീവ് നേച്ചറുള്ള പേരൻസ് ആണെങ്കിൽ 13 വയസ്സാകുമ്പോൾ കുട്ടിക്ക് ഇനിയിപ്പോൾ ഞാനങ്ങ് പോയിക്കളയാം, എനിക്ക് മടുത്തു എന്നൊരു ഫീലും വരാം. അല്ലാണ്ട് ഒരു ദിവസം വഴക്ക് പറഞ്ഞുകൊണ്ടോ ഒരു ദിവസം അടിച്ചതുകൊണ്ടൊന്നും പൊതുവേ കുട്ടികൾ ആരായാലും അങ്ങനത്തെ ഡിസിഷൻസ് ഒന്നും എടുക്കാറില്ല. പിന്നെ ഇതിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, നിങ്ങൾ എത്ര പേരത് ശ്രദ്ധിച്ചു എന്ന് എനിക്കറിയില്ല, ഈ കുട്ടി പോയത് കുട്ടിയുടെ ബ്രദറിന്റെ അടുത്തേക്കാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ സാധാരണഗതിക്ക് നമ്മൾ അസമിലേക്കാണെന്ന് തോന്നുന്നു, അസമിലേക്കാണ് പോയത്. അതെ അതെ. അപ്പോൾ സാധാരണ നമ്മൾ ഓവർ ഗ്ലോറിഫൈ ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ പേരൻറ്റിങ്ങിൻ്റെ കാര്യം. പലപ്പോഴും അമ്മേനെയും അച്ഛനേക്കാളും ഒരുപക്ഷെ കംഫർട്ട് ആ കുട്ടിക്ക് ബ്രദറിൽ കിട്ടിയത് കൊണ്ടായിരിക്കുമല്ലോ അങ്ങോട്ട് ഓടിപ്പോയി. അതെ, നമുക്ക് പറയാൻ പറ്റില്ല അത് എന്ത് ടോക്സിസിറ്റി ഉണ്ടായിട്ടാണ്. പക്ഷെ ഇതിൽ പ്രശ്നം എന്താ വെച്ചാൽ കുട്ടികളിങ്ങനെ പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആപത്ത്, ഈ സത്യത്തിൽ ഈ കുട്ടിക്ക് നല്ല ഭാഗ്യം എന്നേ പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അവളെ കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യാനും, കാരണം 13 വയസ്സിലൊരു പെൺകുട്ടി എന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ നാട്ടിൽ പ്രത്യേകിച്ചും ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഒരു സ്ഥലത്ത് ചെന്ന് പെട്ട് കഴിഞ്ഞാൽ അത് ഏത് രീതിയിലും അതിനെ ഉപയോഗിക്കാം ആൾക്കാർ. അപ്പോൾ ഈ ശരിക്കും പൊതുവെ ഇന്ത്യക്കാർക്ക് അല്ലെങ്കിൽ ഇപ്പോഴത്തെ മാതാപിതാക്കൾക്ക് കുട്ടികളെ എങ്ങനെ വളർത്തണമെന്ന് അറിയത്തില്ല എന്നൊരു ധാരണയുണ്ടോ? പണ്ടുള്ളവർക്കും വലിയ അറിവൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. പണ്ടങ്ങോട്ട് വളരലായിരുന്നു, ഇപ്പൊ വളർത്തലായി, അത്രേ ഉള്ളൂ. അതെ അതെ, വളർത്തുക എന്നുള്ളതല്ല. ഇപ്പൊ നമ്മളെന്താ ചെയ്യുന്നത്, നമ്മൾ വളർന്ന ഇത് വെച്ച് നോക്കുമ്പോൾ നമ്മൾ അതനുസരിച്ചിട്ട് നമ്മുടെ മക്കളെ വളർത്തുക. നമ്മൾ കുട്ടികളോട് പറയുന്ന ഒരു ഉദാഹരണം എന്താ, നിങ്ങളുടെ പ്രായത്തിൽ ഞാനിങ്ങനെയല്ലായിരുന്നു, ഇപ്പം 14 വയസ്സിൽ ഞാനിങ്ങനെ അല്ലായിരുന്നു എന്നാണ് നമ്മൾ പറയാം. പക്ഷെ നമ്മുടെ 14 വയസ്സിൽ നമ്മൾ മൊബൈൽ ഫോണോ ഈ കേബിൾ ടി വി ഒന്നും കണ്ടിട്ട് പോലുമില്ല. അപ്പോൾ അന്ന് നമുക്ക് കിട്ടിയിരുന്ന ഓപ്പർച്യൂണിറ്റീസ് വളരെ കുറവായിരുന്നു. അതിനകത്ത് വെച്ചാൽ നമ്മൾ വളർന്നത്. നമ്മളിപ്പോഴും ഡിമാൻഡ് ചെയ്യണം നമ്മുടെ കുട്ടികളിൽ നിന്നും അത് തന്നെ വേണം എന്നാണ്. അപ്പോൾ കുട്ടികൾക്ക് അത് അവർ വേറൊരു ഏലിയൻ സൊസൈറ്റിയിലാണ് പിള്ളേരിപ്പോൾ ജീവിക്കുന്നത്. ഇത് രണ്ടിൻ്റെയും കൂടെയുള്ള കോൺഫ്ലിക്റ്റ് ആണ് ഈ പേരൻറ്റിങ്ങിൻ്റെ ഒരു വലിയ പ്രശ്നം. പക്ഷെ അങ്ങനെ ഡിമാൻഡ് ചെയ്യുന്നതിൽ നമ്മളിപ്പോൾ കുറച്ച് മുന്നേ പറഞ്ഞോളൂ, നമുക്ക് പേരൻസിനെയും കുറ്റപ്പെടുത്താൻ പറ്റില്ല. കാരണം ഓൺലൈൻ എന്ന് പറയുന്നത് ഒരു വലിയ വലയാണ്. അല്ല, നമ്മുടെ ഇവിടെ പേരൻറ്റിങ് എന്ന് പറഞ്ഞാൽ ഒരു പ്രീ പ്ലാൻഡ് ആയ ഒരു സാധനമല്ല, ബൈ പ്രോഡക്റ്റ് മാത്രമാണ്. നമ്മളൊരു കുഞ്ഞിനെ വളർത്തുമ്പോൾ എത്രമാത്രം ശ്രദ്ധിക്കണം എന്നുള്ളതൊന്നും ഇവിടെ ആർക്കും പ്രശ്നമല്ല. കുട്ടികളല്ലേ അങ്ങ് വളർന്നോളും എന്നാണ്. അപ്പം കുട്ടികൾ അങ്ങനെ വളരും. പക്ഷെ ഈ കുട്ടിയുടെ കാര്യം അനുസരിച്ച് ആ കുട്ടിക്കൊരു ഓൺലൈൻ ഇൻഫ്ലുവൻസ് ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. പ്യൂർലി ഈ കുട്ടിക്ക് തോന്നിയ എന്തെങ്കിലും വീട്ടിൽ ഫോൺ പോലെ ഉണ്ടെന്ന് തോന്നുന്നു. ഓൺലൈനിൽ നിന്ന് ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടാകാൻ സാധ്യത വളരെ കുറവാണ്. അത് തീർച്ചയായും എനിക്ക് തോന്നുന്നു വീട്ടിൽ നിന്നുള്ള ചേച്ചി പറഞ്ഞ പോലെ വീട്ടിൽ നിന്നുള്ള. അത് മാത്രമല്ല, കംഫർട്ട് സോൺ എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, കുട്ടി തിരിച്ച് അതിന്റെ നേറ്റീവ് പ്ലേസിലേക്ക് പോകാനാണ് ആഗ്രഹിച്ചത്. 10-12 വർഷം അവിടെ ജീവിച്ചിട്ട് ഇവിടെ വന്നിട്ട് 1 മാസമായിട്ടേ ഉള്ളൂ. അതിനിവിടെ മടുത്ത് കാണും. മേ ബി ഇവരുടെ ഒരു ക്യാരക്ടറും എല്ലാം, അറ്റ്മോസ്ഫിയർ, ഫുഡ് എല്ലാം അതിന് ചിലപ്പോൾ മടുത്ത് കാണും. 13 വയസ്സെന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഭയങ്കര ഫ്ലക്ച്വേറ്റിംഗ് ഏജാണ്. എന്ത് തീരുമാനം എടുക്കാനും തോന്നുന്ന കുട്ടിയാണോ എന്ന് ചോദിച്ചാൽ കുട്ടിയല്ല, എന്നാൽ വലുതായിട്ടുണ്ടോ ചോദിച്ചാൽ വലുതായിട്ടുമില്ല. ആ ഒരു അവസ്ഥയിൽ നിൽക്കുന്ന ഒരു ഏജ് ആയതുകൊണ്ട് ഇതൊക്കെ ഇമ്പൾസീവാണ്. സെക്കൻഡ് വെച്ചെടുക്കുന്ന തീരുമാനം അതങ്ങോട്ട് എക്സിക്യൂട്ട് ചെയ്യുക. അതിൻ്റെ ഭാവി എന്തായിരിക്കുന്നോ അത് വെച്ച് എന്തെങ്കിലും കോൺസിക്വൻസസ് വരുന്നോ അങ്ങനെയൊന്നും ചിന്തിക്കില്ല. ഞാൻ ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് വിചിത്രമായി തോന്നും, എങ്കിലും സാന്ദർഭികമായിട്ട് പറയുകയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം മണിച്ചിത്രത്താഴ് കണ്ടു, വീണ്ടും റീ റിലീസിൻ്റെ ഭാഗമായിട്ട്. അപ്പോൾ അതിൽ ഗംഗയ്ക്ക് ഈ മാനസിക വിഭ്രാന്തി വരുന്നതിന് കാരണം പറയുന്നത് അങ്ങനെയാണ്. അതായത് മുത്തശ്ശിയുടെ അടുത്ത് വിട്ടിട്ട് കൽക്കട്ടയ്ക്ക് പോയ അച്ഛനും അമ്മയും വർഷങ്ങൾക്ക് ശേഷം ഗംഗ 10ാം ക്ലാസ്സിലാവുന്ന സമയത്ത് അവളെ കൊണ്ടുപോകാൻ വേണ്ടി വരികയാണ്. അപ്പോൾ ഇതിൻ്റെ പ്രഷർ കയറിയിട്ട് അവൾക്ക് അബ്നോർമൽ ആവാൻ തുടങ്ങുകയും പരീക്ഷയുടെ ഇടയ്ക്കൂടെ പുസ്തകങ്ങൾ വലിച്ചെറിഞ്ഞ് ഓടുകയും ഒക്കെ ചെയ്യുന്ന ഒരു ഗംഗയെ കുറിച്ച് പറയുന്നുണ്ട്. ഏറെക്കുറെ ഒരു സ്ട്രൈക്കിംഗ് പാരലൽ നമുക്ക് ഇവിടെയും അങ്ങനെ വായിച്ചെടുക്കാൻ പറ്റും. അതെ, അപ്പം ഈ കുട്ടികളുടെ ലാസ്റ്റ് ഒരു നമ്മളിപ്പോൾ ഒരു ഇതൊന്ന് തീർക്കുക എന്നുള്ള ഇതിൽ എന്താണ് ഇതിനൊരു പോംവഴി? അതായത് ഈ കുട്ടികളിലുള്ള ഇങ്ങനത്തെ ശീലങ്ങൾ, ഇങ്ങനത്തെ തോന്നലുകൾ മാറാൻ വേണ്ടി. അല്ലെ, തോന്നലുകൾ അവർക്ക് അവരുടെ ഹോർമോണും അവരുടെ സർക്കംസ്റ്റാൻസസും തോന്നലുകളും. നമ്മളിവിടെ ചെയ്യേണ്ട ഒരു സംഭവം എന്ന് വെച്ചാൽ നമ്മൾ ഈ ഓവറായിട്ട് ഇരുത്തി പഴിപ്പിക്കരുത് പിള്ളേരെ. ഇവിടുത്തെ ഒരു കാര്യം എങ്ങനെയാ വെച്ചാൽ ഒന്നെങ്കിൽ ഓവർ കെയർ ചെയ്തിട്ട് അങ്ങോട്ട് ഒന്നിനും കൊള്ളാത്ത പോലെയാക്കും, അല്ലെങ്കിൽ പിന്നെ മൈൻഡ് ചെയ്യില്ല. ഇത് രണ്ടും അല്ലാതെ ഒരു സംഭവമുണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ പല കുട്ടികളുടെ കേസിലും നമ്മൾ കണ്ടിട്ടുള്ള ടീനേജേഴ്സിൻ്റെ ഓരോ പ്രശ്നങ്ങളിൽ ചെന്ന് ചാടിയിട്ട് അവർ നമ്മളടുത്ത് വരുമ്പോൾ അവരുടെ അടുത്ത് കാര്യങ്ങൾ ചോദിച്ചു വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും ഈ കുട്ടികൾ ജനിച്ചിട്ട് ഇന്നേ വരെ സ്വന്തമായിട്ടൊരു ഡിസിഷൻ എടുക്കുകയോ സ്വന്തമായിട്ട് ഒരു കാര്യം ചെയ്തിട്ടില്ല. എല്ലാം അച്ഛനും അമ്മയും ഇങ്ങനെ താലത്തിൽ ഏന്തി കൊണ്ട് കൊടുക്കും.
13-14 വയസ്സിൽ പിയർ ഗ്രൂപ്പിൻ്റെ ഇൻഫ്ലുവൻസും ഫ്രണ്ട്സും ഒക്കെ വരുമ്പോൾ ഏതെങ്കിലും ഒരു പ്രശ്നത്തിൽ ചെന്ന് പെട്ടാൽ ഇത് പ്രശ്നമാണെന്ന് റിയലൈസ് ചെയ്യാൻ പോലും ഈ പിള്ളേർക്ക് പറ്റുന്നില്ല. ബിക്കോസ് അവരതൊന്നും എക്സ്പോഷർ അങ്ങനത്തെ ഒന്നും കിട്ടിയിട്ടേ ഇല്ല. നമ്മളിങ്ങനെ ഓബ്യമായി ന്യൂസ് കാണിക്കില്ല, ടി വി ഇല്ല രാത്രി. എന്താ വെച്ചാൽ ചർച്ചയിലൊക്കെ ഭയങ്കര മോശം കാര്യങ്ങളാണ് പറയുന്നത്. ഈ മോശം കാര്യങ്ങൾ നടക്കുന്ന ലോകത്താണ് ഈ കുട്ടി ജീവിക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെയൊക്കെ പുറം ലോകത്ത് നടക്കുമെന്ന് കുട്ടി അറിയണം. അത് വീട്ടിനകത്ത് അവർ ഡിസ്കസ് ചെയ്യണം. അതൊന്നും ചെയ്യാണ്ട് നമ്മളിങ്ങനെ പൊതിഞ്ഞ് കെട്ടി ഈ കുട്ടികൾ പോയി അവരുടെ ഫ്രണ്ട്സ് ഗ്രൂപ്പിലോ അല്ലെങ്കിൽ ഓൺലൈനിലോ എന്തിനെങ്കിലും പോയി പെട്ട് അതിൻ്റെ അവസാനം എത്തുമ്പോഴാണ് ഈ പേരൻസ് പോലും ഈ സംഭവം പറയുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.